ഇന്നത്തെ വീഡിയോ ഒരുപാട് സ്പെഷ്യാലിറ്റിയുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്നാൽ ഇച്ചിരി സ്പെഷ്യലാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ചെറുതായിട്ട്. എല്ലാവരും വീട് സ്വപ്നമൊക്കെ കാണുന്നവരാണ്. അത് സബലീകരിച്ചവരുണ്ടാവും, സബലീകരണം നടന്നവരുണ്ടാവും, സബലീകരിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടാവും. കുഞ്ഞു വീടായാലും വലിയ വീടായാലും വീട് അലങ്കരിക്കുക എന്നുള്ളത് എല്ലാവരും ഒരു സ്വപ്നമാണ്. ഓരോരുത്തരെ സംബന്ധിച്ച് വീട് എന്നുള്ളത് അവരവരുടെ സ്വർഗ്ഗമാണ്. ഇപ്പോൾ വീടിനകത്തൊക്കെ നമ്മളിപ്പോൾ പല സാധനങ്ങളും വയ്ക്കും, പെയിൻറ്റിങ്സ്, പല ഫ്രെയിമിലുള്ള ചിത്രങ്ങൾ. കൂടുതലും നമ്മൾ കാണുന്നത് സീനറിയൊക്കെയാണ്. നമ്മൾ പണ്ട് ലാൻഡ്സ്കേപ്പ് സീനറിയൊക്കെയാണ് പണ്ടൊക്കെ വെക്കുന്നത്. ഇപ്പോഴും അങ്ങനെ വെക്കാറുണ്ട്. പിന്നെ ചില ആൾ ഇനി പെയിൻറ്റിങ്സിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ പെയിൻറ്റിങ്സൊക്കെ വെക്കും. വലിയ കലാകാരന്മാർ വരച്ച പിക്കാസോൻ്റെ അല്ലെങ്കിൽ എം.എഫ്. ഹുസൈനോ അല്ലെങ്കിൽ രാജാ രവിവർമ്മയുടെ അതുപോലുള്ള പഴയ വീടുകളൊക്കെ സിനിമാ നടന്മാരെ പിക്ചേഴ്സൊക്കെ വെക്കുമായിരുന്നു. ഇപ്പോൾ സിനിമാ നടന്മാർ അധികം വെക്കുന്നുണ്ടോ അറിയില്ല, എങ്കിലും അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത് സാധാരണ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തന്നെ വരച്ച എൻ്റെ കുറേ ചിത്രങ്ങളുണ്ട്. അത് പല സൈസിലാണ് ഞാൻ ചെയ്തിരുന്നത്. വലിയ സ്കെച്ച് ബുക്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് വേറൊരു നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഫ്രെയിംസിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ വാളിൽ എങ്ങനെ വെക്കാം എന്നുള്ളത്, അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചില ഫ്രെയിംസാണ്, ഉണ്ടല്ലേ, പല സൈസിലുള്ള ഫ്രെയിംസ്. ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ മുന്നേ വരച്ചതാണ്. അതൊക്കെ ഞാൻ അതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പല സൈസിലുള്ളത് വലുതൊക്കെ ഉണ്ട് കേട്ടോ, നല്ല നല്ല വലുപ്പമുള്ള സാധനമൊക്കെ ഉണ്ട്. ആ ഡ്രോയിങ്സൊക്കെ ഞാൻ പല സൈസിലോട്ടായിട്ട്, അതായത് ഈ ഫ്രെയിംസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സൈസിലോട്ട് ഞാൻ മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് അത് കട്ട് ചെയ്ത് ഇതിലോട്ട് വെച്ച് നിങ്ങൾക്കിപ്പോൾ കാണാം. എൻ്റെ പിറകിലൊരു വോള് കണ്ടില്ലേ, ഒരു ചുമരില്ലേ, ആ ചുമരിൽ ഞാനിതൊക്കെ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഫ്രെയിംസ് ഇതൊക്കെ നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. റെഡിമെയ്ഡ് ഫ്രെയിംസാണ്. ഇതൊക്കെ ഒരു സെറ്റായിട്ട് വരുന്നതാണ്. ഏകദേശം ഒരു ഇതുപോലുള്ള സൈസ്, ഇതൊരു 4 എണ്ണം, അതുപോലെ ഇതുപോലെ ഒരു 4 എണ്ണം, പിന്നെ ഇതുപോലത്തെ ഒരു 2 എണ്ണം, അങ്ങനെ അത് പല വെറൈറ്റി സൈസുകളിലുണ്ട്. അത് നിങ്ങൾക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. നേച്ചർ എവല്യൂഷൻ എന്ന ഡിജിറ്റൽ പ്രിൻ്റാണ് ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം A3 ഷീറ്റിലാണ് പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കുന്നതും. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാം. ഈ പിക്ചറും അതുപോലെ ഇതും ഇതൊക്കെ ഫേസ്ബുക്കിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ ലിങ്ക്സ് ഒക്കെ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നതിൽ ഇർഫാൻ ഖാൻ, ജയൻ, ഭരതൻ, അതുപോലെ ഈ പിക്ചർസ് ഇതെൻ്റെ കൂട്ടുകാരനാണിത്. അപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ടാവുന്നതായിരിക്കും. അവിടെ ചെന്നാൽ ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ വർക്കും കാണാൻ പറ്റും. എല്ലാ ഫ്രെയിംസും ഗ്ലാസ് ഫ്രണ്ട് ആയിട്ടാണ് വരുന്നത്. ഗ്ലാസ് ആണ്. ഇത് 6x10 ആണ് ഇതിൻ്റെ സൈസ്. 5x7 ഒരു ഫ്രെയിമാണിത്. ഫോർ ബൈ 6 ഏറ്റവും ചെറിയ ഫ്രെയിം. ഇതെല്ലാം ഗ്ലാസ്സിൽ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ മുഴുവൻ തന്നെ കാണണം. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ തന്നെ വേണം.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പിറകിലാണ് കാണുന്നത്, കണ്ടോ? അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ആ ഫ്രെയിംസാണ് പിറകിലിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ്. അപ്പം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടണും ഞെക്കണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. താങ്ക് യു സോ മച്ച്.